സുലുത്താനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസുകൾ കാര്യങ്ങൾ കണ്ടത്. അപ്പോൾ എനിക്കും ആ ഒരു വീഡിയോയിൽ പങ്കാളിയാവണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഒരുപാട് ആളുകളെ കുറ്റം പറയുന്ന വീഡിയോകളും ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല കാര്യങ്ങളും കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. പ്രത്യേകിച്ച് ഒന്നുമല്ല, ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മയെയും ഒരു അച്ഛനെയും കൂടി ഒരു ചെറിയ അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു വീട് വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് വീട്ടു സാധനങ്ങളും കാര്യങ്ങളും ആക്കി അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സംരക്ഷണം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം എത്രത്തോളം വാനോളം പുകഴ്ത്തിയാലും മതി വരാത്തൊരു സംഭവമാണ്. അതും 5 മക്കളെ വെച്ച് യൂട്യൂബ് ചാനലുകളും അവരുടെ ജോലിയും ഭർത്താവിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചാനൽ നടത്തിക്കൊണ്ടുപോകുന്ന കുടുംബവും അതുപോലെ തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന, ഇവിടെ 5 മക്കളായിട്ട് ഇവിടെ കൂത്ത് നടത്തി തെറി പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ചാനൽ കാര്യങ്ങളുമുണ്ട്. നമ്മൾ അവരെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ് വീഡിയോസിലൊക്കെ. എന്തായാലും ആ അസുലഭ ശുഭ നിമിഷങ്ങൾ എന്ന് തന്നെ പറയണം. അത് നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഞാൻ അതിലത്തെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഈ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ടതിന് ശേഷം ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഓക്കെ. വീടിൻ്റെ പെയിൻ്റടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം മനുഷ്യവാസയോഗ്യമായിട്ടുള്ളൊരു രീതിയിലേക്ക് നമ്മളതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വീട് അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ. ഒരു വെള്ളക്കൊട്ടാരം പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ഒരു റിസോർട്ടിൻ്റെ ലുക്കായിരുന്നു. പക്ഷേ അടുത്ത് നമുക്കൊരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്ന സമയത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കുറച്ച് പാത്രങ്ങൾ വേണം. കാരണം അച്ഛമ്മയുടെ അവിടെയുള്ളതെല്ലാം പൊട്ടിയതും പഴകിയതുമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് സെക്ഷനായിരുന്നു അടുത്തതായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ഇതെല്ലാം തന്നെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇന്നാളൊരു കമൻറ്റ് വന്നു, ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ പൈസ കിട്ടാനും വേണ്ടിയിട്ട്, ഇങ്ങനെ റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത് ഒരുപാട് സങ്കടം ഉണ്ടോ. ഇതിൽ വല്ല 10 or 100 കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും തികയൂല. ഇതൊക്കെ ഒരു മാസത്തിൻ്റെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങളീ കാണുന്നത് എല്ലാം കേട്ടോ. നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിലും വേണ്ടില്ല, എന്തിനാ ഇങ്ങനെ നിന്ദിക്കുന്നത്. ഫൗസിയ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്നാണ് അങ്ങനൊരു വിഷമിപ്പിക്കുന്നത്. അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം കുറേ പേര് ഞാനെടുത്ത് പറയുന്നില്ല, അതിനെങ്ങനെ ഉപമിക്കണമെന്നും എനിക്കറിയില്ല. കാരണം കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്, കുറേ സംഭവങ്ങൾ എന്ത് നല്ലത് ചെയ്താലും അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ സിലു എന്ന് പറയുന്ന സഹോദരി ചെയ്ത നല്ല പ്രവർത്തനത്തിൻ്റെ നല്ല വശങ്ങൾ, പോസിറ്റീവ് വശം മാത്രം നിങ്ങൾ അത് അങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതി. കാരണം അതിൽ പോസിറ്റീവ് തന്നെയുള്ളൂ. അതിൻ്റെ നെഗറ്റീവ് കമൻറ്റിൽ ചകിഞ്ഞാൽ കിട്ടുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്തരം വീഡിയോകൾക്ക് ഭയങ്കര റീച്ച് ഉണ്ടായിരിക്കും. അവർ ഓൾറെഡി റീച്ചുള്ള ഒരാളാണ്, നമ്മളെപ്പോലെ പാവങ്ങളൊന്നുമല്ല. അതിലൂടെ കുറച്ച് വരുമാനം അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതിൽ നിന്നും ഒരു ചെറിയ തുക ഉപയോഗിച്ച് അവർക്ക് കഴിയാവുന്ന രീതിയിൽ പാവപ്പെട്ട ഒരു കുടുംബത്തെ സഹായിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ പോരെ, എന്തിനാണ് ഇത് റീച്ച് ഉണ്ടാക്കാനല്ലേ എന്നൊക്കെ പറയും. റീച്ച് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വരുമാനം ഉണ്ടാകുന്നതെന്നും ഈ പറയുന്നവർക്കൊക്കെ അറിയാം, ഈ ചെയ്യുന്നവർക്കും അറിയാം. പിന്നെ ഒരു പരിധി വിട്ട് നിൽക്കുന്ന യൂട്യൂബേഴ്സിന് മാത്രമേ അധിക വരുമാനമുള്ളൂ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക, കാണുന്ന ഓരോരുത്തരും. അല്ലാതെ ഇതിൽ വലിയ സംഭവങ്ങളൊന്നും ഇതിൽ നടക്കാൻ പോകുന്നില്ല. അതിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, പെട്രോൾ അടിക്കാനുള്ള കാശ് എന്നോടോ കിട്ടുന്നതെന്ന് പറഞ്ഞില്ല. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇനി എത്ര വരുമാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സിനെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണുക. ഇവിടെ വരുമാനമുള്ള ഒരുപാട് ആളുകൾ, ഇപ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ തന്നെ കാർ പോർച്ചിൽ 5 കാറ് 6 7 എന്നുള്ള എണ്ണം കൂട്ടാൻ വേണ്ടി കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ചാനലുകളുണ്ട്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ ചട്ടിയിലും കൊട്ടയിലും ഇട്ടിട്ട് കൈയിട്ടിട്ട് അതിൽ നിന്ന് അതെടുത്തു ഇതെടുത്തു എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നറുക്കെടുപ്പ്, അതുപോലെ തന്നെ
ഞാനിത് ചെയ്തിട്ടില്ല, അത് അങ്ങനെയല്ല ഇങ്ങനെ കിട്ടുന്ന മുഴുവൻ കുഞ്ഞുപ്പാടെ മക്കൾക്കും മൂത്താപ്പാടെ മോൻ്റെ കുട്ടിക്കും ഒക്കെ സമ്മാനം അടിച്ച ഒരുപാട് കഥകളൊക്കെ നമ്മൾ കിട്ടും. അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവരാൾ കഴിയുന്ന രീതിയിലുള്ള ഒരു വീടിനെ സഹായിച്ച് അവർ പറയുന്ന ഇതെന്താ, ഇവർക്കതൊരു മണിമാളിക വെള്ളക്കൊട്ടാരം പോലെയാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ. അതുപോലെ തന്നെ അതിൽ ജീവിക്കാൻ പോകുന്ന ആ വൃദ്ധരായിട്ടുള്ള അച്ഛനും അല്ലെങ്കിൽ അമ്മയും അവർ സുന്ദര കുട്ടാപ്പനും കുട്ടാപ്പിയൊക്കെ ആയിട്ട് എടുത്ത് ചിരിക്കുന്ന ആ ചിരിയും അതൊക്കെ കണ്ടോ നിങ്ങൾ? അതൊക്കെ അവരെ സംബന്ധിച്ച് ഒരുപാട് അവർക്ക് വളരെ സന്തോഷം ഉണ്ടാവും. ഇത് കൊടുത്ത ആൾക്കാർക്കും സന്തോഷം ഉണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ ഏതൊരു ക്രിട്ടിക്കൽ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാളെ നമ്മൾ സഹായിക്കുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥ സന്തോഷം കിട്ടുന്നത് സഹായിക്കാൻ കാണിച്ച മനസ്സ്, ആ മനസ്സിൻ്റെ ഉടമയ്ക്കാണ് ശരിക്കുള്ള സന്തോഷം കിട്ടുക. കാരണം നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷം അത് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 5 രൂപ ഒരാളെ കൊടുത്ത് നല്ല രീതിയിൽ സഹായിക്കുമ്പോൾ ആ സഹായം കിട്ടിയ ആൾക്ക് അത് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് ആ സന്ദർഭത്തിനോടനുബന്ധിച്ച് അത് ചിലപ്പോൾ മറന്നുപോകും. പക്ഷെ നമ്മൾ കൊടുത്ത നമ്മൾക്കുണ്ടാകുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതങ്ങനെയാണ്. എനിക്ക് പലപ്പോഴും നമുക്കൊക്കെ അനുഭവത്തിലൂടെയും നമ്മുടെ അനുഭവത്തിലൂടെ പറഞ്ഞ് കേട്ടിട്ടുള്ളതും അങ്ങനെയാണ്. എന്തായാലും ആ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നൊരു കമൻറ്റ്, നിങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്, നമ്മളാൽ കഴിയുന്ന ചെറിയ ഒന്നും അറിയണമെന്ന് വിചാരിച്ചിട്ടില്ല, ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? ആരെയും ബോധിപ്പിക്കാനല്ല. നമുക്ക് ചിലർക്ക് അങ്ങനെയാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ. ആ നന്മ മനസ്സിലുള്ള ആൾക്കാർ നന്മ പറയുകയും ചെയ്യും. അല്ലാത്തവർക്ക് ഇതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും റീച്ച് കിട്ടിയാലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടിയാലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അതാണ് അവർ പുറത്ത് കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. കാരണം ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മനസ്സിന് കിട്ടും. അത് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു സംഭവം ശരിക്കും മനസ്സിലാവുന്നത്. അല്ലാതെ ഇതിൻ്റെ നെഗറ്റീവ് മാത്രം ഇരുന്നുകൊണ്ട് അടിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം നമ്മൾ ഇത് പൈസയായിട്ട് കൊടുക്കണമെന്നില്ല. എല്ലാ കാര്യങ്ങളും പൈസ കൊടുത്താൽ കിട്ടും. സന്തോഷം അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുന്നതിന് മനസ്സുകൊണ്ട് സഹായിക്കാം, ശരീരം കൊണ്ട് സഹായിക്കാം, സാമ്പത്തികമായിട്ട് സഹായിക്കാം. അങ്ങനെ സഹായം 2-3 തരത്തിലുണ്ട്. ഇതിലെന്ത് സഹായം കൊടുത്താലാണ് നമുക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ചിലവർക്ക് എന്ത് ചെയ്താലും ഒരു നെഗറ്റീവ് പറയാതെ അല്ലെങ്കിൽ എഴുതാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുപോലുള്ള കുറേ നാറികളാണ് ഇതിനൊക്കെ നെഗറ്റീവ് ചെയ്യുന്നത്. എനിക്ക് സിലു ടോക്കിലെ ഈ സിലു എന്ന് പറയുന്ന ആ സഹോദരിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾക്ക് മനസ്സിന് അനുയോജ്യമായ, നമ്മുടെ മനസ്സിന് സമാധാനക്കേടില്ലാത്ത എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിൽ നമ്മളൊരു സമാധാനം കണ്ടെത്തണം. ആദ്യം നമ്മളും നമ്മുടെ മനസ്സും സമാധാനത്തിലെത്തണം. ആ സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് കമൻറ്റുകളൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ശരി, അതൊക്കെ പോട്ടെ. അതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ അച്ചമ്മയ്ക്ക് ഇട്ട് കൊടുത്തു, ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. സുന്ദർ കുട്ടപ്പനും കുട്ടപ്പിയും ആക്കി രണ്ടുപേരെയും മാറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റൂല കേട്ടോ. അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ബെഡുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേരുടെ റൂമിൽ ഇട്ട് കൊടുത്തു. ഫൈനലി അൽഹംദുലില്ലാതെ നമ്മുടെ വീട് നമ്മുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു നിമിഷം ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാമോ നേടിയെടുത്തു എന്ന് എനിക്ക് തോന്നലുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പോൾ ഇതൊക്കെ കാണാൻ എൻ്റെ ഉപ്പൻ്റെ കൂടെ ഇല്ലാലോ എന്നുള്ളൊരു വിഷമം. നിങ്ങളെ കർമ്മം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അധികം സന്തോഷവാനായിക്കൊണ്ട് കാണുന്നുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കണം. ഇതൊക്കെ നാളെ വളർന്നു വരുന്ന യുവ തലമുറകൾക്ക് ഒരു ഊർജം പകർന്നു നൽകാൻ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനുള്ള
ഒരു ത്രാണി എന്നൊക്കെ പറയും നമ്മുടെ ഭാഷയിലൊക്കെ. അങ്ങനെയൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയും, ഒരുപാട് ആൾക്കാർ നിങ്ങളെ കളിയാക്കും. ഇതിലൊന്നും പെടാതെ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അതിൽ നിങ്ങളൊരു സന്തോഷം കണ്ടെത്തുക. നാളെ അവരുടെ സന്തോഷത്തിലും നിങ്ങൾ കൂടി പങ്കാളിയാകും. അതെന്തായാലും ഉണ്ടാകും. കാരണം ഒരു വീട് അല്ലെങ്കിൽ ഒരു താമസയോഗ്യമായ രീതിയിലാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നിങ്ങളാണ് യഥാർത്ഥ മാതൃക വഴി കാട്ടി എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ചെയ്യുക. ഞങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ ഞങ്ങൾ ചെയ്യും. കാരണം ഇത് വെറും നെഗറ്റീവുകൾ മാത്രം പറയുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോയിൽ തന്നെ നമ്മളും ഒരുപാട് ആളുകളെ അതിൻ്റെ പൊട്ടയായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതും കൂടി നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും സിലു ടോക്കിലെ സിലുത്താക്കും ആ കുട്ടികൾക്കും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ. ഇനിയും അവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അവരെത്രത്തോളം ഉയരത്തിലേക്ക് പോകുമ്പോഴാണ് അവരുടെ ചെറിയ ചെറിയ മനസ്സുകളിൽ ചെറിയ ചെറിയ ആളുകളെ സഹായിക്കാനുള്ള വലിയ ഒരു സംഭവം ഉടലെടുക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിലേക്ക് അവർ വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ വീഡിയോ പ്രത്യേകം നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം. കാരണം ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.